ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. പൊറോട്ട ബാക്കിയുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എങ്കിൽ ഇന്നത് വെറുതെ കളയാതെ 10 മിനിറ്റിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട എഗ് റോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. ഇനി ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടുമായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സവാള അരിഞ്ഞത് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ മുട്ടയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ലേശം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സവാളൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. തക്കാളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഓംലെറ്റ് ആക്കി സെറ്റാക്കി എടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2-3 പീസ് ചീസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പൊറോട്ട കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള എളുപ്പവും രുചികരവുമായ റെസിപ്പികൾക്ക് സബീസ് ഡെയിലി സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചേക്ക് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്